എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. സീരിയൽ മാനിയ വെറൈറ്റി സ്റ്റോറീസിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പൊ ഞാൻ എത്തിയിരിക്കുന്നത് കുടുംബവിളക്ക് സീരിയലിന്റെ ഇന്നത്തെ ആ ഒരു ഫുൾ എപ്പിസോഡും ഒക്കെ ആയിട്ടാണ്. അപ്പം ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണ് നിങ്ങളെങ്കിൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ സുമിത്രയുടെ കഥയിലേക്ക് പോയാലോ. അങ്ങനെതാ കഥ തുടങ്ങുമ്പോൾ നമ്മളെ കാണിക്കുന്നത് അനിരുദ്ധും കുഞ്ഞും കൂടി നിന്ന് സംസാരിക്കുകയാണ്. അപ്പം അനിരുദ്ധിന്റെ അടുത്ത് കുഞ്ഞ് പറയുന്നുണ്ട്, ഡാഡിയോട് ഒരു കാര്യം പറയാനുണ്ട്. എൻ്റെ ടീച്ചർ അമ്മയും അതുപോലെ തന്നെ ഡാഡിയുടെ സുമിത്ര അമ്മയും ഉണ്ടല്ലോ, ആ അമ്മയും ഒരുപോലെ തന്നെയാണ് ഇരിക്കുന്നത്. ഡാഡി എന്തേലും ഒരു സംശയം ഉണ്ടെങ്കിൽ എൻ്റെ ടീച്ചറമ്മയെ ഒന്ന് കണ്ടു നോക്കെന്ന് പറയുകയാണ്. അപ്പൊ കാര്യങ്ങൾ കൈവിട്ടു പോയി എന്ന് മനസ്സിലാക്കിക്കൊണ്ടുതാ നമ്മുടെ വിശ്വൻ അങ്ങ് പാഞ്ഞെത്തുകയാണ്. വന്ന പാടെ തന്നെ, സ്വരമോളെ നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? മുത്തശ്ശൻ ഞാൻ പറയുന്നത് സത്യമാണ്. അപ്പൊ ഇത് കേൾക്കുമ്പോൾ നമ്മുടെ അനിരുദ്ധിന് വലിയ സംശയമായി കേട്ടോ. കുഞ്ഞു പറയുന്നതിൽ എന്തെങ്കിലും സത്യം ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് അനിരുദ്ധ് ചോദിക്കുന്നുണ്ട്. അതിന് സ്വരമോൾ എപ്പോഴാണ് അച്ചമ്മയെ കണ്ടിട്ടുള്ളത്? സ്വരമോൾ അച്ചമ്മയെ കണ്ടിട്ടില്ലല്ലോ എന്നുള്ള കാര്യം അനിരുദ്ധ് ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കിനും സ്വര പറയുന്നുണ്ട്, അച്ഛാ നമ്മൾ അന്ന് ക്ഷേത്രത്തിൽ ബലിയിടാൻ പോയില്ലേ, ആ സമയത്ത് തന്നെ അച്ചമ്മയുടെ ആ ഒരു ഫോട്ടോ ഞാൻ കണ്ടായിരുന്നു. അത് പൊട്ടിപ്പോയിരുന്നില്ലോ. അപ്പം അത് മാറ്റി വെക്കുന്ന ആ ഒരു സമയത്ത് ഞാൻ അച്ചമ്മയുടെ ഫോട്ടോ കണ്ടു. ആ ഒരു ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ അതെന്റെ ടീച്ചറമ്മയല്ലെന്ന് ആരും പറയില്ല. അതേപോലെയാണ് രണ്ടാളും ഇരിക്കുന്നത് എന്നുള്ള കാര്യം പറയാണ്. അപ്പം കൊച്ചിങ്ങനെ സത്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ വിശ്വനാണെങ്കിലും എന്റെ പൊന്നു മോളെ നിനക്ക് വെറുതെ തോന്നുന്നതാവും, അങ്ങനെയൊന്നും ഒരു ചായയില്ല, ഞാൻ നിന്റെ ടീച്ചറിനെ കണ്ടിട്ടുള്ളതല്ലേ, അങ്ങനെയൊക്കെ പറഞ്ഞ് കൊച്ചിനെ അവിടുന്ന് എടുക്കും. വിശ്വനാണെങ്കിലോ മോളുടെ മമ്മി തിരക്കുന്നുണ്ടാവും, വാ മോൾക്ക് വിശക്കുന്നില്ലേന്നും ചോദിച്ച് കൊച്ചിനെ അവിടുന്ന് നൈസായിട്ട് മാറ്റുകയാണ്. അപ്പൊ ഈ സമയത്താണെങ്കിലോ അനിരുദ്ധ് ഇങ്ങനെ മനസ്സിലാലോചിക്കുകയാണ്, എന്റെ മോള് പറഞ്ഞത് ഇനി സത്യവങ്ങാനും ആയിരിക്കുമോ? എന്റെ അമ്മ മരിച്ചതൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല, എന്നാൽ കൂടിയും എന്റെ അമ്മ ജീവനോടെ ഉണ്ടാകണം എന്നുള്ള ആ ഒരു ആഗ്രഹം നമ്മുടെ അനിരുദ്ധിന്റെ മനസ്സിൽ നിറയുകയാണ്. അപ്പൊ ഈ സമയത്താണെങ്കിൽ നമ്മളെ കാണിക്കുന്നത് പൂജ ആണെങ്കിൽ ഇതാ സുമിത്രയെ കണ്ട് വിവരങ്ങളെല്ലാം തിരക്കിയല്ലോ. അങ്ങനെ പൂജ ദാ വീട്ടിൽ നിന്നും ഇറങ്ങാൻ പോകുന്ന ആ ഒരു സമയത്താണെങ്കിൽ നമ്മുടെ പങ്കജിനെ തടഞ്ഞു വെച്ച് രഞ്ജിത ഒരു കാര്യം പറയാണ്. അല്ല പങ്കജ്, എന്താണ് നിന്റെ ഉദ്ദേശം? നീ എന്താ പൂജയുടെ ഡ്രൈവർ ആണോ എന്ന് ചോദിക്കുകയാണ്. അതെന്താ മമ്മി അങ്ങനെ പറഞ്ഞത്? നീ ഇപ്പൊ കാണിച്ചു കൂട്ടുന്നതെല്ലാം പൂജയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണല്ലോ, അതുകൊണ്ട് സംശയം തോന്നിയത് കൊണ്ടാണ് ഈ മമ്മി അങ്ങനെ ചോദിച്ചതെന്ന് പറയുമ്പം നമ്മുടെ പങ്കജ് പറയുന്നുണ്ട്, മമ്മി എന്തായാലും എന്നെ തെറ്റിദ്ധരിക്കുകയോ എന്നെ കൊച്ചാക്കി സംസാരിക്കുകയോ ഒന്നും വേണ്ട. ഞാൻ പല കാര്യങ്ങളും ഒക്കെ മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഇപ്പൊ ഈ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഭാവിയിൽ നമുക്ക് ഗുണം ചെയ്യുമെന്നൊക്കെ പറഞ്ഞ് പങ്കജ് അവിടെ അങ്ങനെ നിൽക്കുന്ന ആ ഒരു സമയത്താണെങ്കിലോ പൂജയും സുമിത്രയും കൂടി സ്റ്റെപ്പ് ഇറങ്ങി ഇങ്ങനെ വരികയാണ്. വരുമ്പോഴത്തേക്കിനും പൂജയാണെങ്കിൽ അമ്മ എന്നാ ഞാൻ പോയിക്കോട്ടെ എന്ന് ചോദിക്കുമ്പം പോയി വാന്നും പറഞ്ഞ് സുമിത്രയാണെങ്കിൽ പൂജയെ യാത്രയാക്കുകയാണ്. അപ്പൊ ഈ സമയത്താണെങ്കിൽ രഞ്ജിതയ്ക്കാണെങ്കിൽ ഇതാ പൂജയെ ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. അല്ല പൂജ, എന്താണ് നിന്റെ ഉദ്ദേശം? ഏത് നേരവും ഈ വീട്ടിൽ കയറി ഇറങ്ങാമെന്നുള്ളതാണോ നിന്റെ ഉദ്ദേശം? അതെ, അത് നടപ്പില്ല. എന്തായാലും ഇപ്പം വന്നത് വന്നു, എപ്പോഴും കൂടെ വരാൻ നിൽക്കണ്ടെന്നും പറഞ്ഞ് പൂജയോട് വളരെ മോശമായിട്ട് സംസാരിക്കുകയാണ് രഞ്ജിത. അപ്പം രഞ്ജിത ഇങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്കിനും പങ്കജ് നമ്മുടെ പൂജയോട് പറയുന്നുണ്ട്, വാ പൂജ ഞാൻ നിന്നെ കൊണ്ട് ആക്കാന്ന് പറയുകയാണ്. അങ്ങനെ അവരങ്ങ് പോകുന്ന ആ ഒരു സമയത്താണെങ്കിലും സുമിത്രത ഇപ്പൊ താഴത്തോട്ട് പോവുകയും ചെയ്തു. അപ്പൊ സരസ്വതി അമ്മ ഇരുന്ന് ഇങ്ങനെ ആലോചിക്കുകയാണ്, ചേടാ രോഹിത്തിന്റെ ഡയറി ആണെന്നൊക്കെയാണല്ലോ ഇവളുമാര് തമ്മിൽ പറഞ്ഞത്. അപ്പൊ അതിനകത്ത് എന്തൊക്കെയോ കാര്യങ്ങളുണ്ട്, എന്തോ വലിയൊരു തെളിവ് കിട്ടിയെന്നുള്ളതാണല്ലോ പൂജ പറഞ്ഞത്. അത് വെച്ച് നോക്കുമ്പോഴത്തേക്കിനും ആ ഡയറി അങ്ങ് അടിച്ചു മാറ്റിയാലോ എന്നുള്ള കാര്യമാണ് പുള്ളിക്കാരി ഇരുന്ന് ആലോചിക്കുന്നത്. സുമിത്ര വരുന്നതിന് മുന്നേ തന്നെ ഡയറി അടിച്ചു മാറ്റണം. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ സരസ്വതി അമ്മ നീക്കുകയാണ്. ചാടി ആ കട്ടിലേന്ന് ഇറങ്ങിയിട്ട് പെട്ടെന്ന് തന്നെ പോയി അലമാര തുറക്കുകയാണ്. അലമാരി തുറന്നതും ആന കരിമ്പും കാട്ടി കയറിയതുപോലെ അവിടെ കാണുന്ന തുണികളും സാധനങ്ങളും ഒക്കെ വലിച്ചു വാരി താഴെയും ഒക്കെ വീഴുന്നുണ്ട്. അതിനിടയിൽ എല്ലായിടവും പരതിയിട്ടും സരസ്വതിയമ്മ ഉദ്ദേശിച്ച സാധനം മാത്രം പുള്ളിക്കാരിക്ക് കിട്ടിയില്ല. അങ്ങനെ വളരെ നിരാശയിൽ ചേടാ ഇവളെനി ഇത് എവിടെയാണ് കൊണ്ടുപോയി പൂത്തി വെച്ചിരിക്കുന്നത് എന്നുള്ള രീതിയിൽ ആലോചിച്ച് നിൽക്കുമ്പോഴാണ് ആരുടെയൊക്കെയോ ഒരു കാൽപെരുമാറ്റം കേൾക്കുന്നത്. അങ്ങനെ സരസ്വതിയമ്മയാണെങ്കിലോ ഇനി സുമിത്രയെങ്ങാനും ആണോ തിരികെ വന്നത്? ഓടിപ്പോയി ആ ഒരു കട്ടിലിൽ കയറി കിടക്കുകയാണ്. എന്റെ കാല് വയ്യേ, എന്തൊരു വേദനയാണപ്പാ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കാലൊക്കെ തടകിയിരിക്കുമ്പോഴത്തേക്കിനും ആ റൂമിലേക്ക് വരുന്നത് അരവിന്ദനാണ്. അരവിന്ദനെ കണ്ട പാടെ തന്നെ സരസ്വതിയമ്മ ചോദിക്കുന്നുണ്ട്, എന്താടാ നീ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ ഈ റൂമിലേക്ക് ഇടിച്ചു കയറി വന്നത്? അതെ, നിങ്ങൾക്ക് ഇവിടെ താമസിക്കാൻ അവസരം തന്നു എന്ന് വിചാരിച്ച് ഇത് ഞങ്ങളുടെ വീടല്ലാതെ ഒന്നും ആവുന്നില്ല.
അല്ല ഇതെന്താ സരസ്വതി അമ്മേ, നിങ്ങൾക്ക് ഒട്ടും വൃത്തിയൊന്നും ഇല്ലേ? ഇതെന്താ ഈ സാധനങ്ങൾ, ഈ തുണിയൊക്കെ ഇതെങ്ങനെ ഈ അലമാരിയിൽ നിന്ന് താഴെ പോയത് എന്നുള്ള കാര്യമൊക്കെ അരവിന്ദൻ ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കിനും സരസ്വതി അമ്മ പറയുന്നുണ്ട്, എടാ ആ സുമിത്രയ്ക്കാണെങ്കിൽ ഒരു വൃത്തി ഒരു മെനയില്ല, അവള് വലിച്ചു വാരിയൊക്കെ ഇട്ടിട്ട് പോയതാണ്. ഒരു കാര്യം ചെയ്, നീ അതെല്ലാം ഒന്ന് പെറുക്കി വെക്കാൻ പറയാണ്. അയ്യോ ഇപ്പൊ ഞാനെന്തിനാ ഇപ്പൊ നിങ്ങളുടെ പണിയൊക്കെ ചെയ്യുന്നത്? അതെ മോനെ അരവിന്ദ, ഞാനിവിടെ കിടക്കാനുള്ള കാരണക്കാരൻ നീ തന്നെയല്ലേ? പിന്നെ നിന്നെ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കാനുള്ള കാര്യങ്ങളൊക്കെ എൻ്റെ കയ്യിലുണ്ട്. ഞാനൊരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ മതി, മോൻ പോയി ഉണ്ട എണ്ണു എന്നുള്ള കാര്യം പറയാണ്. എൻ്റെ സരസ്വതിയമ്മേ, നിങ്ങൾ ഇങ്ങനെ ചതിയൊന്നും ചെയ്യല്ലേ. എടാ നീ വെറും ഒരു കൊഞ്ഞാണനാണ് എന്നുള്ള കാര്യം എനിക്കറിയാം. നീ ആ രഞ്ജിത പറയുന്നതിന് അപ്പുറം പോയില്ലല്ലോ. അതുകൊണ്ട് നീ ഇപ്പൊ ഞാൻ പറയുന്ന ഈ കാര്യം കേക്ക്. പെട്ടെന്ന് തന്നെ ആ തുണിയൊക്കെ എടുത്ത് അലമാരിയുടെ അകത്ത് മടക്കി വെക്കാൻ പറയുകയാണ്. അങ്ങനെ നിവർത്തികേട് കൊണ്ട് അരവിന്ദനാണെങ്കിൽ താഴെ വീണ തുണികളെല്ലാം പെറുക്കി അലമാരിയുടെ അകത്ത് അടുക്കി വെക്കുകയാണ്. ഷോ, ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്നല്ലോ ഭഗവാനെ. എന്റെ രഞ്ജു എങ്ങാനും ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അരവിന്ദൻ ഇങ്ങനെ നിന്ന് പിറുപിറുക്കാണ്. അപ്പം ആ സമയത്താണെങ്കിലോ നമ്മളെ കാണിക്കുന്നത് സ്വരമോളാണെങ്കിൽ അവളുടെ ആ ഒരു ചിക്കു എന്ന് പറയുന്ന പാവയുണ്ടല്ലോ, ആ പാവയുമായിട്ടിരുന്ന് കളിക്കുകയാണ്. അപ്പൊ ആ സമയത്താണെങ്കിലോ കാക്കേ കാക്കേ കൂടെ ഇവിടെ എന്ന് തുടങ്ങുന്ന ആ ഒരു പാട്ടൊക്കെ പാടി കൊച്ചാണെങ്കിലോ ചിക്കുപ്പാവനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മുത്തശ്ശൻ അങ്ങോട്ട് വരികയാണ്. അപ്പൊ മുത്തശ്ശനായിട്ടുള്ള വിശ്വന്റെ മനസ്സിൽ പല ലക്ഷ്യങ്ങളും ഒക്കെ ഉണ്ട്. മുത്തശ്ശനെ കണ്ടതും സ്വരമോള് ചോദിക്കുന്നുണ്ട്, മുത്തശ്ശൻ എവിടെ പോവാണ്? മുത്തശ്ശനെ ഒന്ന് പുറത്തു പോയിട്ട് വരാം, മോൾക്ക് എന്താ വേണ്ടതെന്ന് ചോദിക്കുകയാണ്. മുത്തശ്ശ, എനിക്ക് വേണ്ടുന്ന സാധനങ്ങളെല്ലാം എൻ്റെ ഡാഡി മേടിച്ചു തരുന്നുണ്ടല്ലോ, പിന്നെ ഇനിയിപ്പോ മുത്തശ്ശൻ കാശൊന്നും കളയണ്ടെന്നും പറഞ്ഞ് സ്വരമോളാണെങ്കിൽ വീണ്ടും പാവക്കുട്ടിയായിട്ട് കളിക്കാൻ തുടങ്ങുമ്പോൾ സ്വരയോട് മുത്തശ്ശൻ ഒരു കാര്യം പറഞ്ഞാല് മോള് കേൾക്കുമോന്ന് ചോദിക്കുകയാണ്. എന്താ മുത്തശ്ശ? എന്തായാലും സ്വരമോള് കേൾക്കും. അതെ, മോളുടെ ടീച്ചറമ്മയുടെ കാര്യം അത് മോളുടെ ഡാഡിയുടെ അടുത്ത് പറയണ്ട കേട്ടോ. ഇനി സുമിത്രാമ്മയും അതുപോലെ തന്നെ ടീച്ചറമ്മയും ഒരുപോലെയാണ് ഇരിക്കുന്നത് എന്നുള്ള കാര്യം ഇനി മോൾ ആരോടും പറയരുതെന്ന് പറയാണ്. അതൊന്നും ഞാൻ ആരോടും പറയില്ല മുത്തശ്ശ, അതൊക്കെ ഞാൻ ശ്രദ്ധിച്ചോളാന്നും പറഞ്ഞ് സ്വരമോളാണെങ്കിൽ മുത്തശ്ശന്റെ അടുത്ത് വാക്കൊക്കെ കൊടുക്കുകയാണ്. ഇപ്പൊ എനിക്ക് പിടികിട്ടി, മുത്തശ്ശൻ എന്നെ സോപ്പിട്ടതാണല്ലേ. എനിക്ക് മനസ്സിലായി. ചിക്കു ദേ കണ്ടില്ലേ, മുത്തശ്ശനെ ആ ഒരു കാര്യം ആരോടും പറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എനിക്ക് ഐസ്ക്രീമും ചോക്ലേറ്റും ഒക്കെ ഓഫർ ചെയ്തത്. മുത്തശ്ശന്റെ ഐഡിയ മുത്തശ്ശന്റെ കയ്യിൽ വെച്ചാൽ മതി. സ്വരമോൾ എന്തായാലും ഈ സത്യങ്ങളൊന്നും ആരോടും പറയില്ല കേട്ടോ എന്ന് പറഞ്ഞ് കുഞ്ഞു വിശ്വനെ ടാറ്റ കൊടുക്കുകയാണ്. അപ്പൊ വിശ്വൻ അങ്ങ് പോയതും കുഞ്ഞു പറയുന്നുണ്ട്, ചിക്കു ഇതിൽ എന്തൊക്കെയോ കള്ളത്തരമൊക്കെ ഉണ്ട്, മുത്തശ്ശൻ എന്തോ കള്ളത്തരം കാണിക്കുന്നുണ്ട് എന്നൊക്കെ പറയാണ്. അപ്പൊ ആ കാര്യമൊക്കെ അവിടെ നടക്കുമ്പോഴത്തേക്കിനോ നമ്മളെ വീണ്ടും രഞ്ജിതയുടെ വീട്ടിലേക്ക് ഒരു ഡെലിവറി ബോയ് വരികയാണ്. അപ്പം വന്ന പാടെ തന്നെ രഞ്ജിത ഉമ്മറത്തേക്ക് വരികയാണ്. മാഡം ഒരു കൊറിയർ ഉണ്ടായിരുന്നല്ലോ, ഇത് കൊടുക്കാൻ വേണ്ടി വന്നതാണ്. കൊറിയറോ? അതിന് ഞാനൊന്നും ഓർഡർ ചെയ്തിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് രഞ്ജിതയാണെങ്കിൽ അത് കൈപ്പറ്റാൻ തുടങ്ങുമ്പോൾ മാഡം സുമിത്രയാണോ എന്ന് ആ ചെക്കൻ ചോദിക്കുകയാണ്. സുമിത്ര ഞാനല്ല, സുമിത്ര ഞാനാണെന്നും പറഞ്ഞ് നമ്മുടെ സുമിത്ര ഇങ്ങ് വരികയാണ്. അല്ല ഇതെന്താണപ്പ ഇവള്, അതും എൻ്റെ വീട്ടിലെ അഡ്രസ്സിൽ ഇത് എന്ത് സാധനമാണ് വാങ്ങിക്കുന്നതൊക്കെ ഓർത്ത് രഞ്ജിത അങ്ങോട്ട് മാറി നിൽക്കുകയാണ്. അപ്പം സുമിത്രയാണെങ്കിലോ ആ വന്ന ചെറുക്കനെ സെറ്റിൽ ചെയ്ത് ആ ഒരു പാഴ്സലും വാങ്ങിച്ചുകൊണ്ട് അങ്ങ് പോവുകയാണ്. പോകുന്ന സമയത്താണെങ്കിലോ രഞ്ജിത പറയുന്നുണ്ട്, അതെ ഇതൊക്കെ നിന്റെ വാടക വീട്ടിലെ അഡ്രസ്സിൽ വേണം കൊടുക്കാനായിട്ട്. ഇത് ഈ രഞ്ജിത താമസിക്കുന്ന വീടാണ്, എൻ്റെ വീട്ടിലെ അഡ്രസ്സിൽ നീ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കിനും സുമിത്ര തിരിഞ്ഞു നിൽക്കുകയാണ്. സുമിത്ര ഇനി നേരെ തന്നെ പോരാടാമെന്നുള്ള ആ ഒരു വിശ്വാസത്തിൽ നമ്മുടെ സുമിത്ര തിരിഞ്ഞു നിന്ന് രഞ്ജിതയോട് പറയുന്നുണ്ട്, ഇത് ഒരു കാലത്ത് എൻ്റെ വീടായിരുന്നു, എൻ്റെ അഡ്രസ്സായിരുന്നു. പിന്നെ ഇപ്പം സരസ്വതി അമ്മയെ നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ വീട്ടിൽ വന്ന് നിൽക്കുന്നത് കൊണ്ട് ഇതിപ്പോ എൻ്റെ അഡ്രസ്സ് എനിക്കിതല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ, വാടക വീട്ടിലേക്ക് കൊടുക്കാൻ പറ്റത്തില്ലല്ലോ. അത് ഞാൻ എന്തായാലും ഈ വീട്ടിലെ അഡ്രസ്സ് തന്നെയാണ് കൊടുത്തത്, നീ അതിന് കിടന്ന് ഒച്ചപ്പാടൊന്നും ഉണ്ടാക്കണ്ടെന്നും പറഞ്ഞ് സുമിത്രയാണെങ്കിൽ അവിടെ നിന്ന് പോവുകയാണ്. അപ്പൊ സുമിത്ര ഇങ്ങനെ പോയതും സുമിത്ര എന്തൊക്കെയോ മനസ്സിൽ കരുതിക്കൊണ്ടാണ് നിൽക്കുന്നത് എന്നുള്ള കാര്യം രഞ്ജിതയ്ക്ക് പിടികിട്ടി. അങ്ങനെ രഞ്ജിത ഇതെല്ലാം ആലോചിച്ച് നിൽക്കുമ്പോഴത്തേക്കിനും ചേടാ ആ ഒരു പാഴ്സല് അതെന്തായിരിക്കും രഞ്ജിതക്ക് ആലോചിച്ചിട്ട് പിടികിട്ടുന്നില്ല കേട്ടോ. അങ്ങനെ സുമിത്രയാണെങ്കിലോ ആ ഒരു പാഴ്സലുമായിട്ട് റൂമിലേക്ക് വരികയാണ്. വരുന്ന സമയത്താണെങ്കിലോ സരസ്വതി അമ്മ ഇരുന്ന് ആസ്വദിച്ച് ആപ്പിളൊക്കെ തിന്നുകയാണ്. നല്ല ടേസ്റ്റുള്ള ആപ്പിളാണല്ലോ. അല്ലതേ വന്നല്ലോ. അല്ല മോളെ ഇതെന്താ നിന്റെ കയ്യിലിരിക്കുന്നത്? അതെയോ, അതൊരു ഫോട്ടോയാണമ്മേ. ഫോട്ടോയോ? ആരുടെ ഫോട്ടോ? അത് രോഹിത്തിന്റെ ആണ്.
ഇതിപ്പോ രോഹിത്തിന്റെ ഫോട്ടോ എന്തിനാ ഇപ്പൊ നീ വീണ്ടും ഫ്രെയിം ചെയ്യിച്ചത്? നല്ല ആവശ്യമുള്ള കാര്യമായിരുന്നോ? അതൊക്കെ എന്തെങ്കിലും ആയിക്കോട്ടെ, അമ്മയോട് ഞാനിത് ഫോട്ടോയാണെന്ന് പറഞ്ഞല്ലോ, പിന്നെ എന്തിനാ അമ്മ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചോദിച്ചോണ്ടിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ സത്യങ്ങളെല്ലാം അറിയണമല്ലോ. എനിക്കറിയാം എടി സൂത്രശാലി മരുമോളെ, നീ ഇവിടെ നിൽക്കുന്നത് രഞ്ജിതയുടെ ഈ ഒരു ഇടപാടുകളൊക്കെ കണ്ടുപിടിക്കാൻ തന്നെയല്ലേ? അതെല്ലാം മനസ്സിലാക്കി തന്നെയാണ് ഞാനും നിന്നോടൊപ്പം നിൽക്കുന്നത്. പിന്നെ നീ ആ രോഹിത്തിന്റെ ഡയറി ഒന്ന് എനിക്ക് തന്നെ, ഞാനതൊന്ന് വായിക്കട്ടെ എന്ന് പറയാണ്. അമ്മേ, അതെന്റെ ഭർത്താവിന്റെ ഡയറിയാണ്, ഞാൻ എന്തിനാ അമ്മയെ കാണിക്കുന്നത് എന്നുള്ള കാര്യം സുമിത്ര ചോദിക്കുമ്പോഴത്തേക്കിനും സരസ്വതി അമ്മയാണെങ്കിലോ അതിപ്പോ അങ്ങനെയായോ, ഞാൻ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കട്ടെടി, നിനക്ക് പറയാൻ ബുദ്ധിമുട്ടാണ് എങ്കിൽ ആ ഒരു ഡയറി നീ എനിക്ക് കാണിച്ചതാ, ഞാനത് നോക്കിയിട്ടൊന്നും ഇവിടെ ഒന്നും കണ്ടില്ല. പിന്നെ നീ വിചാരിച്ച് കാണും ഞാൻ ഇവിടെ ഉറങ്ങിക്കിടക്കുമായിരുന്നു എന്നുള്ള കാര്യം. അതിലെന്തൊക്കെയോ വലിയ തെളിവ് ഉണ്ടെന്നുള്ളത് നീയും നിന്റെ മകളും കൂടി നിന്ന് സംസാരിച്ച സമയത്ത് തന്നെ ഞാൻ മനസ്സിലാക്കി. പിന്നെ ഉറങ്ങുന്നവരൊക്കെ ഉണ്ടാകും, പക്ഷെ ഈ സരസ്വതി ഉറങ്ങുകയല്ലായിരുന്നു എന്നുള്ള കാര്യം നീ മനസ്സിലാക്കിക്കൊള്ളണമെന്ന് പറയുമ്പോഴത്തേക്കിനും ആയിക്കോട്ടെ, അമ്മ അത് കണ്ടെത്താൻ പറ്റുമെങ്കിൽ അമ്മ അത് കണ്ടെത്തിക്കോ എന്നുള്ള കാര്യം സുമിത്രയും പറയാണ്. നീ ഒരു സൂത്രശാലി തന്നെയാണ്, എന്തായാലും നടക്കട്ടെ എന്നും പറഞ്ഞ് സരസ്വതി അമ്മയെ നമ്മുടെ സുമിത്രയെ നോക്കി ഒരു കള്ളച്ചിരി ചിരിക്കുകയാട്ടോ. ഈ സമയത്താണെങ്കിലോ സുമിത്രയും അതേപോലെ തന്നെ ചിരിക്കുകയാണ്. അങ്ങനെ ആ ഒരു സീനിന് ശേഷം നമ്മളെ കാണിക്കുന്നത് ഒരു ഫ്ലൈറ്റ് എൻട്രി ചെയ്യുന്നതാണ്. അപ്പം നമ്മുടെ സിദ്ധാർത്ഥൻ വന്ന് ഇറങ്ങുന്ന ആ ഒരു സീനാണ് കേട്ടോ. വലിയ റിച്ച് ലുക്കിലൊക്കെയാണ് പുള്ളിക്കാരൻ വന്നിരിക്കുന്നത്. പുള്ളിക്കാരനെ റിസീവ് ചെയ്യാനും അതുപോലെ ബൊക്ക കൊടുക്കാനും ഒക്കെ ആയിട്ട് പുള്ളിക്കാരന്റെ ആ ഒരു പേഴ്സണൽ സെക്രട്ടറി സിദ്ധാർത്ഥനെ കണ്ടത് പുള്ളി വെൽക്കം ചെയ്ത് ഈ ഒരു ബൊക്കയൊക്കെ അങ്ങ് കൊടുക്കുകയാണ്. അപ്പൊ സിദ്ധുവിനോട് ചോദിക്കുന്നുണ്ട്, എങ്ങനെയാണ് സാറേ, ഫസ്റ്റ് നമ്മൾ എങ്ങോട്ടാണ്, ഹോട്ടൽ റൂമിലേക്കാണോ അതോ ശ്രീനിലയത്തിലേക്കാണോ എന്ന് ചോദിക്കുകയാണ്. അപ്പം സിദ്ധു പറയുന്നുണ്ട്, എന്തായാലും ഇവിടുത്തെ കാര്യങ്ങളെല്ലാം സെറ്റിൽ ചെയ്യുന്നതിന് വേണ്ടി തന്നെയാണ് തന്നെ 2-3 ദിവസം മുന്നേ തന്നെ ഞാൻ ഇങ്ങോട്ട് അയച്ചത്. പിന്നെ ഇപ്പൊ നമ്മൾ ഹോട്ടൽ റൂമിലേക്കല്ല പോകുന്നത്, നമ്മൾ പോകുന്നത് ശ്രീനിലയത്തിലേക്കാണ്. എനിക്ക് അവിടെ ചെന്നിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് ചെയ്തു തീർക്കാൻ എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞ് ഇവരവിടുന്ന് പോകുന്നതായിട്ട് നമ്മളെ കാണിക്കുകയാണ്. ഈ സമയത്താണെങ്കിലോ നമ്മുടെ സുമിത്രയാണെങ്കിൽ ആ ഒരു ഫോട്ടോ ഇങ്ങ് എടുക്കുകയാണ്. സുമിത്രയും അതുപോലെ രോഹിത്തും കൂടി എടുത്ത ആ ഒരു രഞ്ജിതയാണെങ്കിലോ ഈ ഒരു ഫോട്ടോ കണ്ടതും സുമിത്ര, ഇതെന്താ നീ കാണിക്കുന്നത്, ഇതെന്തിനാ ഈ ചുവരിൽ തൂക്കുന്നത്, നീ ആരോട് ചോദിച്ചിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഒരു 100 കൂട്ടം ചോദ്യമായിട്ടാണ് സുമിത്രയ്ക്ക് ചുറ്റും കിടന്ന് കറങ്ങുന്നത്. സുമിത്രയാണെങ്കിൽ നീ ഒന്ന് സമാധാനപ്പെട്, ഞാൻ ഈ ഫോട്ടോ എന്ന് തൂക്കിക്കോട്ടെ, അതെ ഈ ഫോട്ടോ കിടക്കേണ്ടുന്ന സ്ഥലം ഇത് തന്നെയാണ്. പിന്നെ നീ ചോദിച്ച കാര്യം, ഇത് നിന്റെ ചേട്ടനല്ലേ, നിന്റെ ചേട്ടൻ നിനക്ക് സ്വത്തുക്കളെല്ലാം ഇഷ്ടദാനം തന്നുവെന്നാണല്ലോ നീ പറഞ്ഞത്. അങ്ങനെയുള്ള നിന്റെ ചേട്ടന്റെ ഒരു ഫോട്ടോ ഈ വീട്ടിൽ തൂക്കിയാൽ എന്താ പ്രശ്നമെന്ന് ചോദിക്കുകയാണ് സുമിത്ര. സുമിത്രയുടെ ഈ ഒരു ചോദ്യങ്ങൾക്ക് മുന്നിൽ ഒന്ന് ആദ്യം നമ്മുടെ രഞ്ജിത പകച്ചെങ്കിലും രഞ്ജിത പറയുന്നുണ്ട്, എന്റെ ഏട്ടനെ എനിക്ക് ഒരുപാട് ഇഷ്ടമൊക്കെ തന്നെയാണ്, പക്ഷേ അവിടെ വേറൊരു വിഷയം ഉണ്ടല്ലോ, നീ തന്നെയാണ് അവിടുത്തെ വിഷയം. നീ എന്റെ ഏട്ടന്റെ ഭാര്യയായിട്ട് വന്നത് എനിക്ക് തീരെ രസിച്ചിട്ടില്ല. ആ ഒരു കാര്യത്തിൽ എനിക്ക് നല്ല ദേഷ്യമുണ്ടെന്ന് പറയാണ്. രഞ്ജിതേ, കാര്യങ്ങളൊന്നും മനസ്സിലാക്കാതെയല്ല ഈ സുമിത്ര ഇവിടെ നിൽക്കുന്നത്. പിന്നെ നീ രോഹിത് മരിക്കുന്നതിനും കറക്റ്റായിട്ട് ഡേറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ 25-ാം തീയതി, ആ 25-ാം തീയതി നീ എന്തിനാണ് രോഹിത്തിനെ പോയി കണ്ടത്? അപ്പൊ 25-ാം തീയതി രോഹിത്തിനെ പോയി കണ്ട ആ ഒരു കാര്യം നമ്മുടെ രഞ്ജിത ഇങ്ങനെ റീവൈൻഡ് ചെയ്യാണ്. ഇവൾ ഈ സത്യങ്ങളെല്ലാം എങ്ങനെ അറിയുന്നു എന്നുള്ളതാണ് രഞ്ജിതയുടെ ആ ഒരു സംശയം കേട്ടോ. അങ്ങനെ രഞ്ജിത പറയുന്നുണ്ട്, ഞാനെപ്പോ പോയി കണ്ടെന്നാ നീ പറയുന്നത്? എടി, സമയം സഹിതം നീ എന്ത് കാര്യമാണ് സംസാരിച്ചെന്നത് ഉൾപ്പെടെ ഞാൻ നിന്നോട് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, നീ ഇവിടെ ഞെട്ടുവെന്ന് പറയാണ്. അങ്ങനെ സുമിത്ര പറയുന്നുണ്ട്, നീ എന്റെ രോഹിത്തിനെ ചെന്ന് കണ്ട് ആദ്യം നീ സ്നേഹത്തിന്റെ ഭാഷയിൽ സംസാരിച്ചു, അതിനുശേഷം പുള്ളിക്കാരൻ വഴങ്ങില്ലെന്ന് മനസ്സിലായപ്പോഴത്തേക്കിനും അല്ലേ നീ ദേഷ്യ സ്വഭാവത്തിൽ അദ്ദേഹത്തെ തട്ടിക്കളയുമെന്നുള്ള രീതിയിൽ സംസാരിച്ചത്? സ്വന്തം ചേട്ടനോട് ഇത്രയും വലിയൊരു ക്രൂരത ചെയ്യാൻ നിനക്ക് എങ്ങനെ തോന്നി എന്നുള്ള കാര്യം രഞ്ജിതയുടെ മുഖത്ത് നോക്കി സുമിത്ര ചോദിക്കുമ്പോൾ രഞ്ജിതയ്ക്ക് മറുത്തു പറയാൻ ഒന്നും തന്നെ ഇല്ല. രഞ്ജിതയാണെങ്കിൽ ഇതാ വെള്ളം കുടിച്ചു നിൽക്കുന്ന അവസ്ഥയിലാണ്. അപ്പം സുമിത്ര ഇതെല്ലാം കണ്ടെത്തി തന്നെ ചോദ്യം ചെയ്യുമെന്നുള്ള കാര്യം രഞ്ജിത സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ രഞ്ജിത ഇങ്ങനെ പകച്ചു നിൽക്കുകയാണ്. ആ സമയത്താണെങ്കിൽ നമ്മളെ കാണിക്കാതെ അവർ കുറച്ച് സംഭാഷണങ്ങളൊക്കെ നടത്തുകയാണ്. അപ്പം അതിൽ നിന്നൊക്കെ മനസ്സിലാക്കാം നമ്മുടെ രോഹിത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ട് രഞ്ജിതയ്ക്ക് നല്ലൊരു പങ്ക് തന്നെയാണ് ഉള്ളത് എന്നുള്ള കാര്യം. അപ്പം ഇത്തരത്തിലുള്ള ഒരു സൂപ്പർ ഹിറ്റ് വിശേഷമാണ് ഇന്ന് വന്നിരിക്കുന്നത്.
അപ്പം ആരും മിസ് ചെയ്യരുത്. എല്ലാവരും നമ്മളുടെ ചാനൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം വീഡിയോസ് ഇഷ്ടമാകുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അയയ്ക്കുക. പിന്നെ പ്രൊമോ വീഡിയോ ഇടുമ്പോഴത്തേക്കിനും പ്രൊമോ നമ്മൾ ഫുള്ളും കണ്ടിട്ടല്ലല്ലോ ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ അതിൽ ചെറിയ തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം അതെല്ലാവരും ക്ഷമിക്കുക. എല്ലാവർക്കും നല്ലൊരു സായാഹ്നമൊക്കെ ആശംസിച്ചുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക്